പറ്റൂല, ഒരു പ്രശ്നത്തിലും അത് തെളിയില്ലെന്ന്. ബ്രഹ്മസകന ഇങ്ങനെ നിക്കണേ, സടകുണ്ടള ഇങ്ങനെ. ഹായ് ഫ്രണ്ട്സ്, നെയ്യാറ്റിൻകര ഗോപൻ ഇപ്പോഴും അവസാനിക്കുന്നില്ല. പക്ഷെ നെയ്യാറ്റിൻകര ഗോപൻ്റെ അതായത് ട്രിവാൻഡ്രംകാരനായിട്ടുള്ള നമ്മുടെ ഡവറോളി പറഞ്ഞൊന്ന് കേട്ടു നോക്കിയാലോ. അത് കേൾക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയണം. പറഞ്ഞു. ഇപ്പം നേരത്തെ ഒരു ചെറിയ ഒരു സമാധി പീഠമായിരുന്നു, പക്ഷെ അതിപ്പം ഋഷിപീഠം. അതിപ്പോ VSDP സംതിങ് അങ്ങനെ ഒരു സംഘടന വലിയ വിപുലമായ രീതിയിൽ തന്നെ ആ ഒരു പീഠം നേരത്തെ കുളമായിരുന്നു, ഇപ്പം സാഗരമായി, ഇപ്പൊ ഒരു കടലായിട്ട് മാറി. മഹായാഗം. ഇപ്പോഴും കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇതിനകത്തുള്ള ദുരൂഹത മാറിയിട്ടില്ല. കാരണം നിങ്ങൾ ദുരൂഹത മറയ്ക്കാൻ വേണ്ടിയായിരിക്കണം ഈ രീതിയിലുള്ള ഇപ്പോഴത്തെ എല്ലാ വലിയ പ്രഗത്ഭരായിട്ടുള്ള സന്യാസിമാരെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് വലിയ രീതിയിൽ നിങ്ങൾ ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിന്റെ മുഖ്യധാരയിലേക്ക് ഇവിടുത്തെ ഈ പറയുന്ന BJP അല്ലെങ്കിൽ RSS സംഘടന ഒന്നും വന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാഴ്ച കൂടെ കഴിയും ചിലപ്പോൾ ഒരു പക്ഷേ ഇത് ഫുൾ റിപ്പോർട്ട് പുറത്തു പറയാം. റിപ്പോർട്ട് വന്നിട്ടേ അവർ വരത്തുള്ളൂ. കാരണം അതിനകത്തെങ്ങാണ്ട് എന്തേലും പാകപ്പഴ വന്നു പോയി കഴിഞ്ഞാൽ അവർക്കറിയാം പണിയാവും എന്നുള്ളത്. അപ്പം ഈ ഒരു സംഘടനയുടെ തലക്ക് വെച്ചിട്ട് അത് മാറാം. ഇത് വേറെ ആരോ പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നു. വേറൊരു എനിക്ക് ആളെ മനസ്സിലായില്ല. രാജാവിനേക്കാളും ആളാണ്, രാജാവിനേക്കാളും വലിയ ഒരു പദവിയാണ് ഈ അതിനെക്കാട്ടും വലിയ ചടങ്ങിന് കൊടുക്കുന്നത്. ചടങ്ങാണ് ഇദ്ദേഹത്തിന്. രാജാവ് മരിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന ചടങ്ങിനെക്കാട്ടും കൂടുതലാണ് ഈ സമാധിക്ക് കൊടുക്കുന്നത്. അതെ അതെ. അപ്പൊ എന്തായാലും എനിക്ക് സത്യം പറഞ്ഞിട്ട് ഇത് ചിരിക്കേണ്ടവർക്ക് ചിരിക്കാം, പിന്നെ എന്താ പറയുക, ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാം. കാരണം നമ്മുടെ ഡവറോളി അണ്ണൻ ഹാസ്യം കലർത്തിക്കൊണ്ടാണ് ഓരോ വിഷയങ്ങളിൽ ഇടപെടുന്നത്. പക്ഷെ ഇത് വേറെ ലെവലാണ് കേട്ടോ. കാരണം ആക്ഷേപഹാസ്യത്തിന്റെ ഒരു ഞങ്ങള് സത്യം പറഞ്ഞാൽ ചിരിച്ചു മടുത്തു. അതുകൊണ്ടാണ് മണിയനും നമ്മുടെ പിന്നെ ഇനി അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇനി ഇതുപോലെ ഒരുപാട് ഫേക്കോളി, ഇനി ഇഷ്ടംപോലെ ഇത് വരും, സമാധി ടീംസ് വരും, സമാധിഹോളികൾ ഉണ്ടാവുന്ന പറയുന്നത്. സത്യം പറയാനുണ്ടല്ലോ, ഇതൊക്കെ ഈ ജനങ്ങളുടെ മുമ്പിൽ ചിരിക്കാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ഡവറോളിയാണ് കൃഷ്ണൻ ചേട്ടന്റെ ഒരു പ്രകടനം, കിടിലൻ പ്രകടനം ഒന്ന് കണ്ടുപോകാം. മണിയാ, ഇനി ആരുണ്ട്? രണ്ടുപേരാ കടത്തി വിടോ. സ്ഥലം നെയ്യാറ്റിൻകരെ. അപ്പ സമാധി തന്നെ. എന്നിട്ട് പറയൂ ഇപ്പം. നമസ്തേ. ഇരിക്കണ കൊള്ളാം. അപ്പോഴെല്ലാം ഒരു നാട്ടുകാരല്ലേ, മനസ്സിലായി അതല്ലേ? അതിപ്പോ ആൾക്കാർ ഇളവി നിൽക്കണ്, പോലീസ് ഇളവി നിൽക്കണ്. ഇനിയിപ്പോ അത് കോടതിയിൽ പോയി കഴിഞ്ഞാ മൊത്തത്തിൽ ഒരു ഇളക്കമാവും. സമാധി എന്ന് പറഞ്ഞാൽ എന്തിനാ ഹോമ്പി അല്ല. ഈ സമാധി എന്ന് പറഞ്ഞാ നമ്മൾ ദീർഘശ്വാസം ഇങ്ങനെ വലിക്കുമല്ലോ, എന്നിട്ട് ചിലപ്പോൾ അത് വിടാൻ മറന്നു ബ്ലോക്കാവും. അതാണ് സമാധി. അതായത് ശ്വാസം വലിച്ചാൽ വിടാൻ മറന്നാൽ അതിനെ സമാധി എന്ന് പറയും. പക്ഷെ ഇത് ഒരു 1.5 സമാധിയായി പോയല്ലോടാ. ശ്വാസവും വിട്ട്, ഗുളികയും കഴിച്ച്, കഞ്ഞിയും കുടിച്ച്, ഇഞ്ചക്ഷനും കൊടുത്ത്. അല്ല, ഇനിയിപ്പോ അത് പോലീസിന്റേതായ റൂളും. ഒരു കാര്യം പറയാല്ല, ഇനിയിപ്പൊ കേരളത്തില് ഇനിയിപ്പൊ അടുത്ത ആത്മഹത്യ, മറ്റത് മറിച്ചത്, ഓട്ടിച്ചിട്ട് ഓപ്പ്, ഇതെല്ലാം ഉണ്ടായിരുന്നല്ല. ഇനി അടുത്തത് ഇവിടെ എന്ന് പറഞ്ഞാൽ കൊലപാതകം എല്ലാം സമാധിയായിട്ട് മാറും. ആ ഒരു സ്റ്റേജാണ് ഇപ്പൊ. ഇത് ഇപ്പോഴേ കരിച്ചു കളഞ്ഞാ നമ്മളെ ഗവൺമെന്റിന് കൊള്ളാം, ജനങ്ങൾക്ക് കൊള്ളാം, പോലീസിന് വലിയ പണിയില്ലാതെ അങ്ങ് പോവും. എന്നെ ആരെടുത്ത് മണിയാ കല്ലൊന്നും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. കോഴിക്കോട് മാത്രമേ ഉള്ളൂ അവിടെ. അത് സമാധിയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല, ഒരു പ്രശ്നത്തിലും അത് തെളിയില്ലെന്ന്. ബ്രഹ്മസകന ഇങ്ങനെ നിക്കണേ, സടകുണ്ടള ഇങ്ങനെ നിക്കണേ, വാകുണ്ടളം ഇങ്ങനെ നിക്കണെന്നൊക്കെ അയാളെ മോനല്ലേ പറഞ്ഞത്. നമ്മളയൽക്കാർ എന്തിനു പറയാൻ? നമുക്ക് വല്ല മൈരും അറിയാമോ? അറിയാമെങ്കിൽ നമുക്ക് പറയാൻ നോക്കൂല. അത്ര തന്നെ. ഇനി കേരളത്തില് സമാധി ഹോളികൾ കൂടും. കാര്യം വയസ്സായി കിടക്കണ എല്ലാത്തിനും എടുത്ത് ഒരു കളറ ഇട്ടിട്ട് കാൺക്രീറ്റ് വിട്ട്. ആരോ പറഞ്ഞല്ല, ആര് പറഞ്ഞു? അത്ര തന്നെ. ഇനിയിപ്പോ ഇതിന്റെ ഒരു പ്രളയമായിരിക്കുന്നു. ഇതിനെ കുറിച്ച് അന്വേഷിച്ചില്ലെങ്കിൽ ജാതി സംഘടന, സമുദായ സംഘടന അവരൊന്നും അല്ലല്ലോ. പോലീസിന് ഒരു പരാതി കിട്ടിയാൽ അത് അന്വേഷിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്, ജില്ലാ കളക്ടർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്.
അവരിത് പൊളിച്ചു നോക്കി എന്തിനാണെന്ന് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം. അടുത്ത വീട്ടുകാർ ഇപ്പൊ ഉമ്മര് വന്നേക്കാണ് കേട്ടാ. മുതലെടുപ്പ് 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 അത്രേ ഉള്ളൂ നമത്തെ. അപ്പൊ ഇതാണ് സമാധി, മനസ്സിലായില്ലേ? വലിച്ചെടുക്കുന്ന വായു വിടാൻ മറന്നാൽ ചത്ത്. അതിന് സമാധി എന്നും പറയും, അറ്റാക്ക് എന്നും പറയും, പല പല പേരുകൾ ഇംഗ്ലീഷിലുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്തതുകൊണ്ട് ഞാൻ പറയൊന്നും പറയണില്ല. എന്നെ കൂടെ പൂട്ടല്ലേ, നീ ഇവിടെ വന്ന് പ്രശ്നം നോക്കിയെന്ന് പറഞ്ഞാൽ എന്നെ എടുത്തോണ്ട് പോകും. ശരിയണ്ണ? എന്റെ പൊന്നോ, ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളിൽ മിക്കതും കറക്റ്റാ. കാരണം പുള്ളി പറഞ്ഞ ഒരു പോയിന്റ് വളരെ വളരെ റിലവന്റ്. എന്താ വെച്ചാൽ ഇപ്പോഴേ സർക്കാർ നോക്കിയാൽ, ഇപ്പോഴേ കരിച്ചു കളഞ്ഞാൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഇനിയും സമാധികൾ ഉണ്ടാവും. മിക്കവാറും പ്രായമുള്ളവരൊക്കെ പിടിച്ച് സമാധി ഓളികളുണ്ട്. അതാ പ്രായമുള്ള ആളുകളൊക്കെ പിടിച്ച് വേണമെങ്കിൽ ഇതുപോലെ പൂട്ടും, ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ഇത് ശരിക്കും പറഞ്ഞാല് ഇപ്പം ഇത് ഈ സംഘടന ഏറ്റെടുത്ത് ഈ കഴിച്ചിട്ട് എന്താ പറയാ ഇറക്കാനും മേല, മതിരിച്ചിട്ട് തുപ്പാനും മേല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ കുറിച്ചിട്ട് ഓർക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് പറയേണ്ടത് പോലെ. ജനങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യാനാന്ന് ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കുന്ന സംഘടനകൾ തന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് സാധാരണക്കാരൻ എന്ത് ചെയ്യും? ഇതിൽ ഏറ്റവും കൂടുതൽ രസം എന്ന് വെച്ചാൽ നമ്മളെ ഈ മലയാളികൾ, ഈ NRIs ഉണ്ടല്ലോ, അവര് നമ്മളെ കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നുള്ളത് ആലോചിച്ച്. അതായത് മലയാളി ദുബായിലുള്ള അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ആളുകളൊക്കെ നമ്മളെ കുറിച്ച് എന്തായിരിക്കും. ഇപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇദ്ദേഹം ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം പണ്ട് പല ക്രിമിനൽ കേസിലും പ്രതിയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു അയൽവാസി യേശുദാസ് എന്ന് പറയുന്ന ഒരാള് പറഞ്ഞത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളി പറയുന്നത് 35 വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരാള് ഈ മക്കൾ ഇയാളെ പച്ചത്തെറിയാണ് വിളിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇദ്ദേഹം ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം പണ്ട് പല ക്രിമിനൽ കേസിലും പ്രതിയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു അയൽവാസി യേശുദാസ് എന്ന് പറയുന്ന ഒരാള് പറഞ്ഞത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളി പറയുന്നത് 35 വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരാള് ഈ മക്കൾ ഇയാളെ പച്ചത്തെറിയാണ് വിളിക്കുന്നത്. അയലത്തുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഇയാൾ 1 വർഷമായിട്ട് കിടപ്പാണ്, ആളുടെ മൂത്രവും ഇതൊക്കെ മാറി അവര് സത്യത്തിൽ ഞാൻ പറയട്ടെ, ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഈ വിശ്വാസികളായിട്ടുള്ള ചില ആൾക്കാരെ പെട്ടെന്ന് ഇവരുടെ വരുതിയിലേക്ക് കൊണ്ടുവരാനും ഇതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാനും. അതാ ഞാൻ പറയാൻ വന്ന ഇതിനകത്ത് മിക്കവാറും ഒരു എന്താ പറയാ, ഒരു ധ്യാന കേന്ദ്രമോ അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥലമാക്കി മാറ്റി. ഞാൻ ആലോചിക്കായിരുന്നു, ഈ ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ മറ്റേ ശ്രീരാമകൃഷ്ണ പരമഹംസ അദ്ദേഹം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമികളായിക്കോട്ടെ, ഇവരൊക്കെ മരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ചടങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഇവ വിവേകാനന്ദ സ്വാമി സാറൊക്കെ അദ്ദേഹമൊക്കെ മരിച്ചത് കുറെ ഇഷ്യൂസിലൂടെ കടന്നു വന്ന. അപ്പം അതൊക്കെ മുതലെടുക്കാതിരുന്ന കാര്യങ്ങളാണ്. അപ്പം അതൊന്നും മനസ്സിലാക്കാതെ ഒരു സമാധിയുടെ പേരിൽ ഇത്രയും ഒരു അന്യായം, അനീതി, പോക്കൃത്തരൊക്കെ നടന്നിട്ടേ ആരും തന്നെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും എന്റെ പൊന്നണ്ണ നിങ്ങൾ പൊളിച്ചു. കാരണം നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ അത് കൃത്യമായിട്ട് നമ്മുടെ ഡവറോളി അണ്ണൻ അത് വേറെ അങ്ങേർക്ക് പറയാനുള്ളത് അങ്ങേര് അത് അദ്ദേഹത്തിന്റെ ഭാഷയിലെ രീതിയിൽ. കാരണം അതൊരു സാധാരണക്കാരനാണ്. ഞാൻ എനിക്ക് ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഡവറോളി അണ്ണനെ അത് കാണണം. എന്തായാലും അണ്ണൻ പറഞ്ഞതുപോലെ ഇനിയും ഒരുപാട് സമാധി ഫേക്കോളികൾ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള പോലീസ് അല്ലെങ്കിൽ സംവിധാനങ്ങൾ അത് ഇടപെട്ടുകൊണ്ട് ഇത് നിർത്തണം. അല്ലെങ്കിൽ ഇത് മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ മതത്തെ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. കാരണം എല്ലാ മതവിഭാഗത്തിലും ഉണ്ട് ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ. അപ്പൊ അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ വേണം. അല്ലെങ്കിൽ നാളെ നമ്മൾ ഇനി കല്ലറയും ഖബർസ്ഥാനവും ഇതൊക്കെ നമ്മൾ കുഴി തോണ്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. കാരണം വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്ന ഒരുപാട് തന്തയും തള്ളമാരൊക്കെ ഉണ്ട്. ഇതിന് വളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സർക്കാരിന് തലവേദന, പോലീസുകാർക്ക് തലവേദന, ഉറപ്പായിട്ടും ഉണ്ടാവും, പക്ക തലവേദന. കാരണം അടുത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് സമാധിയാണെന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ ഉത്തരം പറയണം. അതെ, അതുകൊണ്ട് ഫേക്കോളി അണ്ണൻ പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അത് ചിരിച്ച് തള്ളാൻ പാടില്ല. അത് വളരെ ഗൗരവമായിട്ട് അദ്ദേഹം ഹാസ്യത്തിൽ കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം. ഈ രവറോളിയാണ് കഴിഞ്ഞ ജന്മത്തിൽ വല്ല കുഞ്ഞൻ നമ്പ്യാരോ അങ്ങനത്തെ സാധനങ്ങളായിരുന്നു. ഇപ്പോഴത്തെ ആളുകളെ പൾസ് മനസ്സിലാക്കി സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ബൈ.